തട്ടം ഒരു ഐഡന്റിറ്റിയാണ്. ഇപ്പോഴും സ്റ്റിൽ ചിലരൊക്കെ എങ്കിലും ചിന്തിക്കുന്നുണ്ട്, ഒരു തട്ടമിട്ട കുട്ടി തട്ടം മാറ്റണം, ഇടരുത് എന്ന് പറഞ്ഞു. എൻ്റെ ഒരു ഭാഗമാണ്, അതെനിക്ക് ഫോളോ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ. നമ്മളൊക്കെ ഒന്നാണെങ്കിലും ചില ഗസ്റ്റുകൾ വരുമ്പോ അവര് ചിലപ്പം അവര് താലം വെച്ചിട്ട് പൂജ ചെയ്യുന്നുണ്ടാവും. ഞാൻ അവരോട് പറഞ്ഞു അതെനിക്ക് ബുദ്ധിമുട്ടാണ്. ജാതിയോ മതമോ ഒന്നുമില്ല എന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരു വ്യക്തിയാണ്. ആരതി ഒഴിഞ്ഞു എന്ന് വെച്ചാലും തെറ്റൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. അല്ല, നമുക്ക് അവിടെ പോകാൻ വേണം, അതിൽ പങ്കെടുക്കുകയും ചെയ്യണം. പക്ഷെ എന്റെ വിശ്വാസങ്ങൾ എനിക്ക് കൈവിടാനും പാടില്ല. വിശ്വാസം കൈവിട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണം, എന്നാൽ പ്രോഗ്രാം ഉണ്ടാവും. ഇത്തരം അനുഭവങ്ങൾ എന്തും ഉണ്ടായിട്ടുണ്ട്. അവർക്കത് ആക്സെപ്റ്റബിൾ ആയിട്ടില്ല, അത്രേ ഉള്ളൂ ആ പ്രശ്നം. അത് ചേച്ചിയുടെ വിശ്വാസമാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ അത് അവരുടെ വിശ്വാസം, അവർ അതുകൊണ്ട് ജീവിച്ചോട്ടെ എന്നുള്ളൊരു സ്പേസ് അവർക്ക് കൊടുത്താൽ കഴിയാവുന്ന പ്രശ്നമില്ല. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു ഗായികയാണ്. ഈ ഗായികയെക്കുറിച്ച് ഒത്തിരി പ്രത്യേകത ഉണ്ട്. കാരണം ഞാൻ അറിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ഈ ഗായികയെക്കുറിച്ചൊന്ന് പഠിച്ചു. 3-ാം വയസ്സിൽ പാട്ട് പാടാനുള്ള ഒരു കഴിവ്. 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10,000 മുമ്പ് ഒരു സ്റ്റേജ് ഷോ, അതന്ന് വലിയ റിസ്ക് എടുത്താണ് സ്റ്റേജ് ഷോ ചെയ്തതെന്നാണ് എനിക്കറിയാവുന്നത്. പിന്നീട് സിനിമയിലേക്ക്, നിരവധി റിയാലിറ്റി ഷോ, വീണ്ടും സിനിമയിലേക്ക്. റിച്ച, യൂസുഫ്. എന്റെ പഠിത്തമൊന്നും തെറ്റല്ലോ? ഇല്ല, കറക്റ്റാ. 3-ാം വയസ്സിൽ ആദ്യമായിട്ട് പാടി തുടങ്ങി. 3-ാം വയസ്സിൽ പാട്ട് പാടിയത് ഏതാന്ന് ഓർക്കുന്നുണ്ടോ? സരിഗമ പദനിസ. അത് മാത്രം. വാപ്പച്ചി നല്ലൊരു പ്രൊഡ്യൂസറാണ്, നല്ല മാപ്പിള ഗാനങ്ങൾ അല്ലെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ഞാൻ അന്ന് ആ കാലത്ത് ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ കേൾക്കുന്ന പാട്ടാണ് കിളിയെ കിളിയെ, ദിക്കറുപാടി കിളിയെ അല്ലെ. അത് ഭയങ്കര ഫേമസ് ആണ്. എല്ലാവരും വീടുകളിൽ പാടുമായിരുന്നു ആ പാട്ട്, കുട്ടികള്. ആ ഒരു പാട്ട് എനിക്ക് അതിനെ കൂടുതൽ വിവരിക്കാൻ പറ്റില്ല. ഞാൻ ഒത്തിരി കേട്ടിരിക്കുന്നു. ഞാൻ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ സമയത്ത് ഓഡിയോ കാസറ്റുകളെല്ലാം അങ്ങനത്തെ പാട്ടുകളാണ് അല്ലെ. അതിന്റെ ആ സൗണ്ട് തന്നെ, അത് ആരായിരുന്നു പാടിയത്? അതല്ലേ. എനിക്ക് തുടക്കത്തിൽ ആ ദിക്കറുപാടി കിളി ഒന്ന് തുടങ്ങണമെന്നുണ്ട്. വാപ്പച്ചിയുടെ പ്രൊഡ്യൂസ് ചെയ്ത പാട്ടിന്ന്. തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. കിളിയേ ദിക്കറുപാടി കിളിയേ, സുബഹിക്ക് മീനാരത്തെ വലം വെച്ച് പറക്കുന്ന ദിക്കറുപാടി കിളിയേ, നീ നില്ല്. നിലമേലാപ്പിട്ടൊരാകാശത്തിന്റെ അപ്പുറത്തെ സുബർക്കത്തിൽ ആതൃപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്, ആതൃപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്. അവിടെ വേറൊരു വരിയുണ്ട്. കണ്ണൻ ചീരട്ടയിൽ ഞാൻ ചോറ് വെച്ച് കളിക്കുമ്പോൾ, കൂട്ടുകാരോടൊപ്പം കൂടി കണ്ണുപൊത്തി കളിക്കുമ്പോൾ, വാപ്പയത് കാണാറുണ്ടോ, മേലെ നിന്നിന്റെ ഉമ്മച്ചി ചിരിക്കാറുണ്ടോ. അപ്പൊ ആ പാട്ട് ഞാൻ എത്രമാത്രം ഏറ്റെടുത്തു ആലോചിച്ചു. ഭയങ്കര വരികളാ അതിന്റെ. അല്ല, ഞാൻ എത്രമാത്രം ആ പാട്ട് ഉൾക്കൊണ്ടെന്ന് മനസ്സിലായോ? തീർച്ചയായിട്ടും. ഭയങ്കര ഇഷ്ടപ്പാട്ട്. ആ പാട്ടിന്റെ ഒരു മാജിക് ഉണ്ട് ശരിക്കും. കണ്ണു നിറഞ്ഞു പോകും ശരിക്കും. ഏത് വീട്ടിലും ആ പാട്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് കുറെ ആൽബം സോങ്ങുകൾ ഇറങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, നല്ല അർത്ഥങ്ങളോടി. പിന്നീട് അതില്ലാതെയായി അല്ലെ. ഈ പാട്ടുകളൊക്കെ അങ്ങനെ അർത്ഥങ്ങളോടെ. പണ്ട് യേശുദാസിന്റെ തരംഗിണി കാസറ്റുകളാണ് ഏറ്റവും ഹിറ്റ്. അതിൽ നല്ല അർത്ഥമുള്ള വരികളായിരുന്നു അല്ലെ. അതൊക്കെ കേട്ടാണ് പഠിച്ചത് അല്ലെ, വാപ്പച്ചിയിൽ നിന്നാണ്. ഞാൻ വളർന്നത് മുഴുവൻ വാപ്പച്ചിന്റെ പാട്ടുകളും, അതുപോലെ തന്നെ വാപ്പി അൽഫ കാസറ്റ്സിന്റെ ഒക്കെ ഡിസ്ട്രിബ്യൂട്ടറും കൂടിയായിരുന്നു. അപ്പം അവരുടെയൊക്കെ പ്രോജക്ട്സ് ഇങ്ങനെ കേട്ട് തന്നെയാണ് വളർന്നത്. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കാസറ്റ്സ് ഒക്കെ വാപ്പച്ചി ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് സീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഷോപ്പിൽ നിന്ന് കഴിയാണ്ടാവുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരും പെട്ടിക്കണക്കിന് കാസറ്റ്സ്. എന്നിട്ട് ഇങ്ങനെ ഞങ്ങളെയും വിളിക്കും, എന്നിട്ട് വാപ്പച്ചി കാണിച്ചു തരും ഇങ്ങനെയാണ് സീൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതൊക്കെ ഞങ്ങളും ഒരു പെട്ടിക്കണക്കിന് ഞങ്ങളും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ വളർന്നു വന്നത്. അപ്പൊ ഞങ്ങളുടെ ചുറ്റിനും എപ്പോഴും ഈ പ്രൊഡക്ഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. ഈ പാട്ടുകൾക്കൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസും ഉണ്ട്. വാപ്പച്ചി പാട്ട് പാടുവോ? വാപ്പച്ചി കുറച്ചൊക്കെ
കുറച്ച് എന്റെ ഉമ്മച്ചിയും കുറച്ചൊക്കെ പാടും. അതിനുശേഷം ഈ ഞാൻ പറഞ്ഞത് തന്നെ തുടങ്ങാം. 3-ാം വയസ്സിൽ ഇങ്ങനെ തുടങ്ങി. പിന്നീട് 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്റ്റേജ് ഷോയ്ക്ക് പോകുന്നത്. ആദ്യമായി സ്റ്റേജ് ഷോ പോകുമ്പോൾ തന്നെ എന്ത് പാട്ട് പാടണം, എങ്ങനെ പാടും, ഇത്രയും സൗണ്ട്, അങ്ങനെയൊക്കെ ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭയം. നമ്മള് സാധാരണ വീട്ടിനുള്ളിൽ പാടുന്നു, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പാടുന്നു എന്ന് പറയുമ്പോൾ അതായത് ഭയം ആദ്യം ഇല്ലായിരുന്നു. കാര്യം ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ല. 5-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പരിപാടികളൊക്കെ കാണാറുണ്ട്, പക്ഷെ അവിടെ പോയി നിൽക്കുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല. ഞാൻ വളരെ ധൈര്യത്തോടു കൂടി പോയി. പക്ഷെ അവിടെ ചെന്ന് നിന്നപ്പോഴാണ് ഈ സൗണ്ടൊക്കെ തുറന്നു കഴിഞ്ഞപ്പോഴേക്കാണ് നമുക്ക് മനസ്സിലാവണം ഇതിന്റെ ഒരു ഡെപ്ത് എന്താണ്, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇത്രയധികം ആളുകളുടെ മുന്നിലാണ് ഞാൻ പാടാൻ പോകുന്നത്, എന്റെ വോക്കലാണ് അവർ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. ഇതൊക്കെ റിയലൈസ് ചെയ്യണത് അവിടെയാണ്, ആ ഒരു മൊമെന്റിലാണ്. അപ്പൊ പെട്ടെന്ന് പേടിച്ചുപോയി, ഭയങ്കരമായിട്ട് പേടിച്ചുപോയി. ഞാൻ വാപ്ചിനോട് പറഞ്ഞു ഞാൻ പാടുന്നില്ല എന്ന് പറഞ്ഞു. പാടുന്നില്ല എന്ന് പറഞ്ഞ വാപ്ചി ഒന്നും പറഞ്ഞില്ല. വാപ്ചി പറഞ്ഞു നീ വാ നമുക്കൊന്ന് നടന്നിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വാപ്ചി എന്നെ കൂട്ടിയിട്ട് ഒരു റെയിൽവേ ട്രാക്കിന്റെ ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അവിടെ കൂടെ ഇങ്ങനെ നടന്നു. എന്നിട്ട് വാപ്ചി ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ എന്റെ ഇഷ്ടമുള്ള ഭക്ഷണത്തിനെ കുറിച്ച്, എനിക്ക് പോകാൻ ഇഷ്ടമുള്ള യാത്രകളെ കുറിച്ചൊക്കെ വാപ്ചി ഇങ്ങനെ ചോദിച്ചു, പറഞ്ഞു. നമുക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. വാപ്ചി എന്നെ കൂട്ടി തിരിച്ചു വന്നപ്പോൾ എന്നോട് ചോദിച്ചു ഇനി നമുക്ക് ഒരു പാട്ട് പാടിയിട്ട് പോവാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വില്ലിങ് ആവുന്നില്ല, എനിക്ക് പേടിയുണ്ട് അപ്പോഴും. പക്ഷെ ഞാൻ പറഞ്ഞു ശരി എന്നാ ഒറ്റ പാട്ടിൽ ഞാൻ പോട്ടോ, ഇനി എനിക്ക് പാടണ്ട പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ട് പാടി. ഒരു പാട്ട് പാടി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കോൺഫിഡൻസ് ആയി, ഇതെനിക്ക് പറ്റും, ഞാൻ പേടിച്ച പോലെ അലമ്പാക്കേണ്ട പ്രശ്നമൊന്നും ഇല്ല എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ അവിടെ പാടി കഴിഞ്ഞപ്പോഴേക്കും ഒരു കോൺഫിഡൻസ് വന്നപ്പോഴേക്കും വാപ്ചി പറഞ്ഞു ഇനി ഒരു പാട്ട് കൂടി പാടുന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് വേണ്ട, എനിക്ക് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അപ്പോഴും മനസ്സിൽ ഇങ്ങനെ ബൂം എന്ന് വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഒരെണ്ണം മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും വാപ്ചി പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായി, പാടിയിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊള്ളാം, നല്ല രസമുണ്ട്, ആളുകളൊക്കെ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ആളുകൾക്കൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ സന്തോഷമായി, നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പൊ വാപ്ചി പറഞ്ഞു അതാണ്, അതിനു വേണ്ടിയാണ് വാപ്ചി അത്രയും നേരം നടത്തി കൊണ്ടുപോയി കഥകളൊക്കെ പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന് ഒരു പാട്ടെങ്കിലും മോളെ കൊണ്ട് പാടിച്ചത്. പാൽനില പുഞ്ചിരി മാപ്പിളപ്പാട്ട്. അല്ല വാപ്ചിയുടെ അല്ല, അത് എനിക്ക് തോന്നുന്നു ഈസ്റ്റ് കോസ്റ്റിന്റെ ഹിറ്റടിച്ച പാട്ട്. അതെ ഭയങ്കര ഹിറ്റ്. ഒരു ആൽബം ട്രെൻഡ് കൊണ്ടുവന്ന ഈസ്റ്റ് കോസ്റ്റ് ആണ് അത്തരം ട്രെൻഡിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് ഹോം ഫിലിമിലേക്ക് മാറി പാട്ടുകളോട് കൂടി. ആ ഒരു കാലഘട്ടമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അല്ലെ. ഈ പറഞ്ഞതുപോലെ അന്ന് പാടിക്കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് പാടാമുള്ള ധൈര്യം വന്നു. പിന്നീട് നിരവധി സ്റ്റേജ് ചെയ്തോ? പിന്നീട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പരിപാടികൾ ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും വാപ്ചി റിയാനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു, റിയാൻ സ്റ്റുഡിയോയില്. അപ്പം വാപ്ചിക്കും ജോലിക്ക് പോകാനുള്ള ടൈം പോലും ഇല്ലാത്ത രീതിയിൽ എനിക്ക് പരിപാടികൾ വരാൻ തുടങ്ങി. അപ്പോ പക്ഷെ അൽഹംദുലില്ലാ വാപ്ചി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്റെ കൂടെ നിന്നു ഒരുപാട് സമയത്ത്. അതായത് ഉറക്കം പോലും ഇല്ലാതെ. എന്റെ ഉമ്മച്ചിയും ഫിസിക്കലി അത്ര ഫിറ്റ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പൊ വീട്ടിലാരും ഉണ്ടാവാറില്ല. ബേസിക്കലി എന്റെ താത്തയും ഉമ്മച്ചിയും മാത്രമേ ഉണ്ടാവാറുള്ളൂ. എങ്കിലും ഫാമിലി ഒക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ഞാനിങ്ങനെ ആയത്. തട്ടം ഒരു ഐഡന്റിറ്റിയാണ് അല്ലേ? തട്ടം ഒരു ഐഡന്റിറ്റിയാണ്. തട്ടം ജീവിതത്തിൽ അല്ലെ നമ്മുടെ പ്രൊഫഷനിൽ എത്രമാത്രം ദൂഷ്യമാണോ ഉണ്ടായത്, ഗുണമാണോ ഉണ്ടായത്? രണ്ടും ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഗുണം ഉണ്ടായത് ഞാൻ ആദ്യം പറയാം. ഗുണമുണ്ടായത് എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഈ നമ്മുടെ GCC ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. നമ്മൾ ഒരു പാട്ടുകാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്വപ്നമാണ് ഇന്ത്യക്ക് പുറത്തു പോയി ഷോസ് ചെയ്യുക. ഞാൻ അത്യാവശ്യം മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോസിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളും കൂടിയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ആ ഒരു ഐഡന്റിറ്റി അത്തരം പ്രേക്ഷകരുടെ മുന്നിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് റിവ്യൂസ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അതല്ലാത്ത തരം ഓഡിയൻസിന് മുന്നിൽ ഇപ്പൊ ഒരു UK US ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും സ്റ്റിൽ ചിലരൊക്കെ എങ്കിലും ചിന്തിക്കുന്നുണ്ട്, ഒരു തട്ടമിട്ട കുട്ടീനെ UK കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ട് ഇപ്പോഴും. അത് സ്പോൺസർമാരാണോ ചിന്തിക്കുന്നത്? അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. എല്ലാം റെഡി ആയതിനു ശേഷം എല്ലാം റെഡി ആയ മീൻസ് അങ്ങനെ ഒരു ട്രിപ്പല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചാനൽ വഴി എനിക്ക് ഒരു പ്രോഗ്രാം വന്നു, പാടാമോ എന്ന് ചോദിച്ചു. ഞാൻ എന്റെ പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്തു. അത് റെക്കോർഡഡ് ഷോ ആയിരുന്നു. റെക്കോർഡ് ചെയ്തു. അവിടെ വന്നിട്ട് ലിപ്സിങ് ചെയ്യാനുള്ള പ്രോഗ്രാം ആയിരുന്നു അത്. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും
എന്നോട് പറഞ്ഞു തട്ടം മാറ്റണം, ഇടരുത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെനിക്ക് ബുദ്ധിമുട്ടാണ്, കാര്യം എനിക്കത് ശീലമില്ല. അറ്റ്ലീസ്റ്റ് ഒരു ക്യാപ്പ് എങ്കിലും എനിക്ക്, എൻ്റെ അതൊരു കോൺഫിഡൻസ് ആണ്, അത് എൻ്റെ ഒരു ഭാഗമാണ്, അതെനിക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു. സോ ഞാൻ ആ റെക്കോർഡ് ചെയ്ത സാധനങ്ങളൊക്കെ വെറുതെ വേസ്റ്റ് ആയി എന്നല്ലാതെ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. പ്രമുഖ ചാനലാണോ? അങ്ങനെ പറയാം. അല്ല, നമുക്ക് പ്രമുഖ ചാനൽ റിയാലിറ്റി ഷോ നടക്കുന്ന നിസ്സാര ചാനലുള്ളൂ. ഒന്ന് കയറില് റിയാലിറ്റി ഷോ നടക്കാറുണ്ട്, ഒന്ന് മീഡിയ വേൾഡ് നടക്കും. ഇത് റിയാലിറ്റി ഷോ അല്ല, അതാണ് കാര്യം ഞാൻ അതാണ് പറയാൻ വരുന്നത്. ഞാനിപ്പോ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാനിപ്പോ സി കേരളത്തിന് വേണ്ടി വർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അവരാരും അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല ഷോന് വേണ്ടിയിട്ട്. അപ്പോ അത് ഏത് ചാനലും ആയിക്കോട്ടെ സാർ, അപ്പൊ എന്താണെങ്കിലും ഒരു ഗായികനെയല്ലേ അവിടെ പറഞ്ഞു പോകുമ്പോണ്ടല്ലോ ചാനൽ ഏതെന്ന് പറയണല്ല, ചാനലിനെ നമ്മൾ നിർത്തുമ്പോ ഇത്രയും മാത്രം ചാനലുകളുണ്ട്. തീർച്ചയായിട്ടും ആളുകൾ മുമ്പിൽ പല സംസാരം വരും. അപ്പം രചിക്ക് സംഭവിച്ചത് ആരാണ് സംഭവിപ്പിച്ചത്, എവിടെയാണ് ഉണ്ടായത് പറയാതെ പോകുമ്പോ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്. കാരണം വെച്ചാൽ ഇത് ഇങ്ങനെയാണോ ഈ സംഭവം, ഈ ചാനൽ ഇങ്ങനെയാണോ, ഈ ചാനൽ ഇങ്ങനെ, ആ ഒരു ചിന്താഗതി വരുന്നത് വളരെ മോശം പ്രവണതയാവൂലേ മറ്റുള്ളവർ ചിന്തിക്കുമ്പോൾ. പക്ഷേ ഞാനിപ്പോൾ ഒരു ഗ്രോയിങ് ആർട്ടിസ്റ്റ് അല്ലേ സാർ, അപ്പം എനിക്കത് പറയാൻ എനിക്കിപ്പോഴും പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓൾറെഡി ഈ ഒരു ബേർഡൻ ഞാൻ കുറച്ചധികം വളരെ ബാഡ് ആയിട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അവരോട് ഇത് നമ്മൾ പേര് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി എന്റെ ഭാവിയിൽ എനിക്ക് ദൂഷ്യങ്ങളുണ്ടാവും. നല്ല പേടിയുണ്ട്. കാര്യം ഇപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന് ഇനിയൊരു ഞാനായിട്ട് ഇനിയൊരു നെഗറ്റീവ് ഉണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അവര് മുഖേന വേറെ വർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. ആ ഒരൊറ്റ തവണ, അതാണ് എനിക്ക് വിസിബിളി എനിക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു നെഗ്ലക്ട് എന്ന് പറയാനുള്ളത് ഈ ഒരു തട്ടത്തിന്റെ പേരിൽ. പിന്നെ ലൈവ് ഷോസിനൊക്കെ ചില ആളുകളുടെ പേഴ്സണൽ കോൺസെപ്റ്റിന്റെ കുഴപ്പങ്ങളാണ്. ചില ലൈവ് ഷോസിന് ചെല്ലുമ്പോൾ ഇതിന്റെ ആവശ്യം എന്താണ്, അതില്ലാതെ മുസ്ലിമാണ് അല്ലെ, കാണുമ്പോൾ മോഡേൺ ആണ് അല്ലെ, മോഡേൺ ആണ്, എവിടെ എല്ലാം മോഡേൺ ഡ്രസ്സാണ്. ഒരു തട്ടം എന്നതുകൊണ്ട് മാത്രം ഒരു മുസ്ലിം എന്ന് തിരിച്ചറിയണമെന്നുള്ള ഒരു വാശിയാണോ? വാശി എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കൊരു മുസ്ലിം ആയിട്ട് അറിയപ്പെടണമെന്നും ഞാൻ അങ്ങനെ ഒരു വാശി കാണിക്കുന്നില്ല. പക്ഷെ ഇത് ഞാൻ ജനിച്ച് വളർന്നു കഴിഞ്ഞപ്പോ എന്നിലുണ്ടായ ഒരു കോൺഫിഡൻസ് ആണ്. അല്ലെങ്കിൽ ഈ ഒരു തട്ടം എന്ന് പറയുന്നത് അത് എൻ്റെ ഒരു ഭാഗമാണ്, അതിൽ വേറൊന്നുമില്ല. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. കൃത്യമായിട്ട് ചോദിക്കാനുള്ള കാരണമാണ്, മോഡേൺ ആയിട്ട് നടക്കുന്നു, ഷോയിൽ അടിച്ചു പൊളിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, അവിടെ ഒരു തട്ടം മുസ്ലിമാണ് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണെന്നാണ് എന്റെ ചോദ്യം. മുസ്ലിം ആണെന്ന് എന്നെ ആരും അറിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഇത് എന്റെ ഭാഗമാണ്, എന്റെ ഒരു ഡ്രസ്സിന്റെയോ അല്ലെങ്കിൽ എന്റെ ഒരു ശരീരത്തിന്റെയോ ഒരു ഭാഗം മാത്രമാണ്. അങ്ങനെ മാത്രം എന്നെ കണ്ടാൽ മതി, എന്റെ ഒരു മനുഷ്യയായിട്ട് കണ്ടാൽ മതി, അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഈ ഒറ്റ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സാർ, ഈ ലൈവില് ഷോസിൽ ഇങ്ങനെ ചിലർ ചോദിക്കാറുണ്ട് അതിന്റെ ആവശ്യം എന്താണ്, നമ്മളൊക്കെ ഒന്നല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ, നമ്മളൊക്കെ ഒന്നാണെങ്കിലും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യല്ലേ വേണ്ടത്, അല്ലേ? അങ്ങനെയല്ലേ സാർ? എന്നെ ആക്സെപ്റ്റ് ചെയ്യാണ് വേണ്ടത്, അല്ലെങ്കിൽ അവളുടെ വിശ്വാസത്തെ അവള് കൊണ്ടുപോട്ടെ, അവള് കൊണ്ടു നടന്നോട്ടെ എന്ന് സമ്മതിക്കുകയാണ് വേണ്ടത്, അതല്ലാതെ അത് മാറ്റാൻ പറയുകയല്ല വേണ്ടത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അങ്ങനെയുള്ളവരോട് ഞാൻ അതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, എന്നോടത് മാറ്റാൻ പറഞ്ഞിട്ടുള്ളവരോടൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഒരു മുസ്ലിം എന്നൊരു പെൺകുട്ടിയോടാണോ ഒരു തട്ടം എന്നൊരു വിഷയത്തിൽ മാത്രമാണോ? അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഒരു മുസ്ലിം പെൺകുട്ടിക്ക് നമ്മുടെ രാജ്യത്തിൽ ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, തീർച്ചയാണ്, ഒരിക്കലും ഇല്ല. മാത്രമല്ല മുസ്ലിങ്ങൾക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യവും എന്താ പറയാ എല്ലാ സേവനങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടാകുക ഇന്നിപ്പോ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ചില വളരെ മൈന്യൂട്ടഡ് ആയിട്ടുള്ള ചില മനുഷ്യരുടെ മനസ്സിലെ ചില ഇടുങ്ങിയ ചിന്താഗതികൾ, അത്രേ ഉള്ളൂ. അതിനത്രേ സിംപ്ലിഫൈഡ് ആയിട്ട് പറയാം. അതില് ഈ പറഞ്ഞതുപോലെ അതൊക്കെ തരണം ചെയ്ത് നമ്മൾ പോയി. അത് ഒരു കാലത്തായിരുന്നു സംഭവിച്ചത്. ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പൊ എല്ലാരും വളരെ നന്നായി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു 2 വർഷം മുൻപ് 2021 ലാസ്റ്റ് ഒരു നവംബർ സമയത്താണ് ഞാൻ ഹിന്ദി ZTVയിലെ സ്വർണ്ണ സ്വർ ഭാരത് എന്നൊരു ഭജൻ റിയാലിറ്റി ഷോയിൽ ഞാൻ പോയി പാടിയത്. അപ്പം അവിടെ ചെല്ലുന്ന സമയത്ത് അവർ എന്നോട് പിന്നെയും ചോദിക്കുന്നുണ്ടായിരുന്നു, ഐ യു ഷുവർ അബൌട്ട് ദിസ്, നീ വരാൻ ഓക്കെ ആണോ, അല്ല ഇവിടെ വന്നിട്ട് പറ്റില്ല എന്ന് പറയരുത് എന്നൊക്കെ പറഞ്ഞു. ബിക്കോസ് അവരെനിക്ക് എല്ലാ സേവനങ്ങളും അവരെനിക്ക് തന്നിരുന്നു. എനിക്ക് 3 ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ആണ്
അപ്പ് ആൻഡ് ഡൗൺ അവർക്ക് തന്നുകൊണ്ടിരുന്നത്. എന്റെ മോന്, എന്റെ ഹസ്ബൻഡ്, എനിക്ക്. അപ്പം അത്രയൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഐ യു ഷുവർ അബൌട്ട് ദിസ് എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു ഓക്കെയാണ് എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു വർഷം ഒരിക്കലും എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം സീ എന്നൊരു ചാനലിനെ കുറിച്ച് നമുക്ക്, അല്ലെങ്കിൽ അങ്ങനത്തെ നോർത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ചില ഭയങ്ങളുണ്ട്. നമ്മളുടെ വിശ്വാസങ്ങളെ അവർ തകർക്കാൻ ശ്രമിക്കുമോ? നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഫേസ്ബുക്കിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ എന്താ പറയാ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പം വളരെ വളരെ നല്ല രീതിയിൽ അവർ ആക്സെപ്റ്റ് ചെയ്തു. എന്നോട് അവർ പറഞ്ഞു, വിജയൊക്കെ എന്ത് വേണമെങ്കിലും, ഇപ്പം അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ചുള്ള ഒരു ഷോ ആണത്. അതിൽ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടാവും. ചില ഗസ്റ്റുകൾ വരുമ്പോൾ ചിലപ്പം അവർ താലം വെച്ചിട്ട് പൂജ ചെയ്യുന്നുണ്ടാവും. അപ്പം എല്ലാവരും ചെയ്യുന്ന സ്ഥിതിക്ക് എനിക്കും അത് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഇത് കൊണ്ടുപോകുക. അപ്പം ഞാൻ അവരോട് പറഞ്ഞു അതെനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, കയ്യിൽ ഒരു പൂ പിടിച്ച് നിന്നാൽ മതി. വരുന്ന ആളെ വെൽക്കം ചെയ്യാൻ ഒരു പൂ കയ്യിൽ പിടിച്ചാൽ മതി, നിങ്ങൾ ആരതി ഒഴിയോ ഒന്നും ചെയ്യണ്ട. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഉണ്ട് ലോകത്ത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്ത് എനിക്ക് നിസ്കരിക്കേണ്ട സമയത്ത് എനിക്ക് നിസ്കരിക്കാൻ പോലും സമയം ബ്രേക്ക് തന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് അതൊക്കെ വലിയ കാര്യമാണ്. അത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അല്ല, അങ്ങനെ നമ്മളിപ്പം ആരതി ഒഴിയുന്നു എന്ന് പറയുന്നുള്ളൂ, അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മളോട് ചെല്ലുമ്പം നമുക്ക് നമസ്കരിക്കാനുള്ള സമയം തരുന്നു, അനുവദിക്കുന്നുള്ളൂ. അതും നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തിനെയാണ്? നമ്മളുടെ ഉള്ളിലുള്ള ഒരു മനുഷ്യനെയാണ്, അല്ലെ? അതോടൊപ്പം നമ്മൾ പ്രണയിക്കുന്നതും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മളുള്ള കഴിവ് സിംഗിങ്ങിന്റെ കഴിവാണ്. അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല എന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവര് പറയുന്നത് ആരതി ഒഴിഞ്ഞു എന്ന് വെച്ചാലും തെറ്റൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞത്. അതെ, പക്ഷേ തെറ്റൊന്നുമില്ല, ഒരു തെറ്റുമില്ല. ഞാൻ എന്റെ മനസ്സുകൊണ്ട് അതിനെ ആരാധിക്കുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, എന്റെ വിശ്വാസത്തിൽ ഒരു പ്രശ്നം പറ്റുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ഗ്രോയിങ് ആർട്ടിസ്റ്റ് ആണ്. എനിക്ക് ഇനിയും വിവാദങ്ങളോ അല്ലെങ്കിൽ ഒരു വിമർശനങ്ങളോ ഒന്നും വരരുത് എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. അല്ല, നമുക്ക് അവിടെ പോകാൻ വേണം, അതിൽ പങ്കെടുക്കുകയും ചെയ്യണം. പക്ഷെ എന്റെ വിശ്വാസങ്ങൾ എനിക്ക് കൈവിടാനും പാടില്ല. വിശ്വാസം കൈവിട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതും ചെയ്യണതിൽ തെറ്റൊന്നുമില്ല. ഇല്ല, അത് തെറ്റൊന്നുമില്ല, അത് ഞാനും സമ്മതിക്കുന്നു സാർ, തെറ്റൊന്നുമില്ല അതിലൊന്നും. പക്ഷെ മറ്റു ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചില ആളുകളുടെ അടുത്തുനിന്ന് വിമർശനങ്ങൾ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കാര്യം വിമർശനങ്ങൾ ഭയക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഭയക്കുന്നു. അതാണ് സത്യം. ആ ഒരു ഭയമുണ്ട്. കാര്യം എന്താ വെച്ചാല് ഇപ്പൊ അതിനുശേഷമാണെങ്കിൽ ഞാൻ എപ്പോഴും ഒരു 16 വയസ്സ് മുതൽ ഞാൻ എല്ലാ പെരുന്നാളുകൾക്കും GCCയിൽ പ്രോഗ്രാമിന് പോകാറുള്ള ആളാണ്, എല്ലാ പെരുന്നാളുകൾക്കും. അപ്പോ എനിക്ക് ആഗ്രഹമുണ്ട്, പ്രത്യേകിച്ച് ആ ഒരു ഓഡിയൻസിന്റെ മുന്നില് എന്നെ കുറിച്ച് അവർക്ക് ആർക്കും ഒരു ഇഷ്ടക്കേടോ ഒരു ഇഷ്ടമില്ലായ്മയോ ഒന്നും ഉണ്ടാവരുതെന്ന് പ്രത്യേകമായിട്ട് നിർബന്ധമുണ്ട്. കാര്യം ഞാനിങ്ങനെ ഇരിക്കാൻ അവിടെയുള്ള കുറെ NRIs ഒക്കെ ഒരു വലിയ ഭാഗമാണ് എൻ്റെ ഒരു ജേർണിയിൽ, കുറെ ആളുകൾ. അപ്പോൾ അവരെ ഒക്കെ മുൻനിർത്തിയാണ് ഞാൻ ഒരു സ്റ്റേജിൽ നിൽക്കുക. അപ്പൊ എനിക്ക് നിർബന്ധമുണ്ട് ആരുടെയും ഒരു ഇമേജിനും ഒന്നും കോട്ടം തട്ടാൻ പാടില്ല എന്നുള്ളത്. വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് വേണമെന്നും ഉള്ള ഒരു ആഗ്രഹമാണല്ലോ ഉള്ളത്, അല്ലെ? തീർച്ചയായിട്ടും. ആ യാത്രയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുമുണ്ട്, പല തട്ടുകേടുകളും ഉണ്ടായിട്ട്, പക്ഷെ അതൊക്കെ തരണം ചെയ്തു വന്നു. പിന്നീട് പൊതുവെ പറയുന്ന ഒരു സംഭവമാണ് സ്റ്റേജ് ഷോ. എന്റെ പല ഇന്റർവ്യൂലും പറഞ്ഞ ആളുകളുണ്ട്, ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ഇപ്പൊ എനിക്ക് റിജയ്ക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നുള്ളൂ. ചില ആളുകൾ പറയുന്നു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണം, എന്നാൽ പ്രോഗ്രാം ഉണ്ടാവും. ഇത്തരം അനുഭവങ്ങൾ എന്തും ഉണ്ടായിട്ടുണ്ടോ? എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇത് ഇവിടെ ഇരുന്ന് തന്നെ പറഞ്ഞ ആളുകളുണ്ട്, അതുകൊണ്ട് മാത്രം ചോദിച്ചാണ്. ഞാനും അതുപോലെ സാർ പറഞ്ഞ പോലെ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വന്നിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുള്ളതും കുറെയൊക്കെ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാറില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി ഒരു പക്ഷെ എന്റെ വാപ്ചിയും അങ്ങനെ സമ്മതിച്ചിട്ടില്ല. എന്റെ ഹസ്ബൻഡും എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്, ഒന്നുകിൽ വാപ്ചി അല്ലെങ്കിൽ ഹസ്ബൻഡ്. ഇവര് രണ്ടാളും ഇല്ലാതെ ഞാൻ ഈ ലോകത്ത് ഒരു രാജ്യത്തേക്കും പോയിട്ടില്ല. അപ്പോ അത് എനിക്ക് തോന്നുന്നു അതൊരു നല്ലതാണ്. അത് നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം, സ്ത്രീകൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്, അതൊക്കെ ശരിയാണ് കേട്ടോ. പക്ഷെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില സാഹചര്യങ്ങൾ വന്നാൽ ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്താൽ ചിലർ മൈൻഡ് ചെയ്യില്ല, പക്ഷെ അവിടെ ഒരു പുരുഷൻ റിയാക്ട് ചെയ്താൽ മൈൻഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല ശരിയായിക്കോളും എന്ന് പറയുന്നിടത്തില് വേറൊരാൾ, ഇപ്പൊ എന്റെ വാപ്ചിയോ എന്റെ ഹസ്ബൻഡും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനവിടെ പരിഹാരം കാണാറുണ്ട്.
അപ്പോ അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഒറ്റയ്ക്ക് മാക്സിമം അങ്ങനെയൊക്കെ പോവാതിരുന്നാൽ തന്നെ, അല്ലെങ്കിൽ നമ്മളടുത്ത് നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടാൽ തന്നെ അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് കേട്ടിട്ടുണ്ടല്ലോ, കഥകൾ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ അത്ര ഒരു ചോദ്യം ചോദിച്ചത്. പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ആളാണ്. ഈ പറഞ്ഞ പോലെ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ പോകുമ്പോൾ അവിടെ പ്രശ്നങ്ങളാകാതിരിക്കാൻ, വിവാദങ്ങൾ ഏർപ്പെടാതിരിക്കാൻ വേണ്ടി പല കാര്യം നമ്മൾ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളും ചോദിച്ചത്. അതോടൊപ്പം ഇപ്പൊ ഈ പറഞ്ഞല്ലോ, ഈ പ്രശ്നങ്ങൾ എനിക്ക് ഭയക്കുന്നു, പ്രശ്നങ്ങൾ വേണ്ടാതെ. ഇപ്പം നമ്മുടെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാനമ്പാടി ചിത്ര ചേച്ചിയുടെ ഒരു വിഷയം അറിഞ്ഞിട്ടോ? അത് എങ്ങനെ പറയാമെന്ന് എനിക്ക്. ചിത്ര ചേച്ചി പറഞ്ഞത്, ഞാൻ ചിത്ര ചേച്ചി പറഞ്ഞതിലൊന്നും ഞാൻ തെറ്റായിട്ട് കാണുന്നില്ല. അത് ചിത്ര ചേച്ചിയുടെ ഒരു വിശ്വാസമാണ്. ചിത്ര എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗായികയാണ്. അവരുടെ വിശ്വാസം, അവരുടെ ഇഷ്ടമാണ് പറഞ്ഞത്. അമ്പലത്തിൽ പോകണമെന്നും, വലിയൊരു അമ്പലത്തെയാണ് അവർ ആരാധിച്ചത്. അതിനെതിരെ ഇത്രമാത്രം ഒരു പ്രശ്നങ്ങൾ വേണമായിരുന്നു എന്ന് ഓർത്തിട്ടുണ്ടോ? അതെനിക്ക് തോന്നിയിട്ടില്ല സർ. ഒരു കലാകാരൻ എന്ന് വെച്ചാല് ഒരു സൊസൈറ്റിയുടെ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ എല്ലാവരെയും എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളൊരു പേർപ്പസോട് കൂടി ജീവിക്കുന്ന ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ എല്ലാവരെയും ഉദ്ദേശിക്കുന്ന സമയത്ത് ചേച്ചി ചെയ്തത് ചേച്ചിയുടെ വിശ്വാസങ്ങളെ സംബന്ധിച്ച് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ആ വിശ്വാസം ഫോളോ ചെയ്യാത്ത കുറെ ആളുകൾ അപ്പുറം ഉണ്ട്. അപ്പം മേ ബി അവർക്കത് ആക്സെപ്റ്റബിൾ ആയിട്ടില്ല. അത്രേ ഉള്ളൂ ആ പ്രശ്നം. അത് ചേച്ചിയുടെ വിശ്വാസമാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ അത് അവരുടെ വിശ്വാസം, അവർ അതുകൊണ്ട് ജീവിച്ചോട്ടെ എന്നുള്ളൊരു സ്പേസ് അവർക്ക് കൊടുത്താൽ കഴിയാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ ഞാനിപ്പം ഇതേപോലെ തന്നെ ഞാനൊരാളോട് പറയുകയാണ് അതില്, അതായത് അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു ഫേസ്ബുക്ക് വീഡിയോ ഇടുകയാണ്, എല്ലാവരും ഇന്ന ദിവസം ഇന്ന രീതിയിൽ ഓതും നിസ്കരിക്കുകയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇതല്ല ഇതിനപ്പുറം ഉണ്ടാവും ചിലപ്പോ. ഞാൻ അത്ര സെലിബ്രിറ്റി ആയതുകൊണ്ടല്ല, ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ടും ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടും. അപ്പൊ ഇതൊരു വിശ്വാസത്തിനെ സംബന്ധിക്കുന്നതിനേക്കാൾ ഇതിലൊരു കുറെ പൊളിറ്റിക്സ് ഒക്കെ വർക്ക് ചെയ്ത് നശിപ്പിക്കുകയാണ് ആക്ച്വലി. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ മനുഷ്യരും, നമ്മളിപ്പോ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാൾ അമ്പലത്തിൽ പോകുമ്പോ നമ്മൾ പോയി ചോദിക്കുന്നുണ്ടോ, നിങ്ങൾ എന്തിനാ അമ്പലത്തിൽ പോകണം, നിങ്ങൾക്ക് പള്ളിയിൽ പോയാൽ പോരെ എന്ന് ചോദിക്കാറില്ലല്ലോ. അത്ര തന്നെയുള്ളൂ. ഒരാളുടെ ഫ്രീഡം ആണ് അയാളുടെ വിശ്വാസം, അത് ഫോളോ ചെയ്യാനുള്ള സമ്മതിക്കുക, അത്രയല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും അത്തരം ഒരു രീതിയിലേക്ക് തന്നെ നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു അധികം വലിയ പ്രശ്നങ്ങൾ ഇല്ല എന്ന് തോന്നുന്നു. പക്ഷെ എങ്കിലും ഈ ഒരു പ്രശ്നം വന്നത്, ഈ ഒരു പ്രശ്നം കേരളത്തിലാണ്. ചില സൈബർ ഇടങ്ങളിൽ നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാവരും ചില സൈബർ ഇടങ്ങളിൽ മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ പറഞ്ഞു വെച്ച പോലെ സിനിമയിലേക്ക് ഒരു വരവ് എനിക്ക് തോന്നുന്നു 16-ാം വയസ്സിലാന്ന് തോന്നുന്നു. മമ്മൂക്കാടെ പടത്തില് പൊക്കിരി രാജ എന്ന സിനിമയിൽ പാട്ട് പാടി വരുന്നു. അതെ, പൊക്കിരി രാജ സിനിമയിലേക്ക് പാടാൻ പോകുമ്പോൾ അത് മമ്മൂക്ക അഭിനയിക്കുന്ന സിനിമയാണെന്നും അങ്ങനെയൊക്കെ ഒരു വിചാരിച്ചാണ് പോകുന്നത്? ഇല്ല. ഞാൻ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്റെ വാപ്ചി കൂടെ ഇല്ല വീട്ടില്. അപ്പം എന്നെ ഇവരുടെയൊക്കെ മാനേജർ ആയിട്ടുള്ള, മ്യൂസീഷ്യൻസിന്റെ ഒക്കെ മാനേജർ ആയിട്ടുള്ള ഒരു ചേട്ടനുണ്ട്. പുള്ളി എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു മോളെ ഒരു പാട്ട് പാടാനുണ്ട്, നീ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അപ്പൊ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോവാറില്ല. അപ്പൊ അന്ന് വാപ്ചി ഇല്ല. അപ്പം ആ ചേട്ടൻ എനിക്ക് അത്രയും ഒരു കെയർ ടേക്കർ പോലെ ആയതുകൊണ്ട് മാത്രം ഞാൻ പോയി അവിടെ എത്തിയപ്പോൾ ജാസ് ചേട്ടനെ കണ്ടു. ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ആദ്യമായിട്ടാണ് ഒരു സിനിമ മ്യൂസീഷ്യനെ ഞാൻ അടുത്ത് അങ്ങനെ കാണുന്നത്. അങ്ങനെ ജാസ് ചേട്ടൻ പാട്ട് പറഞ്ഞു തന്നു, പാടി. അപ്പോഴും എനിക്കറിയില്ല സിനിമയാണെന്നേ എനിക്കറിയില്ല. ഞാൻ വിചാരിക്കുന്നത് എന്തോ ഒരു ആൽബം ആണെന്നാണ്. പക്ഷെ പാട്ടൊക്കെ കേട്ടപ്പോൾ നല്ല രസമുള്ള ഒരു പാട്ട്, നല്ല ബാക്കിങ്, നല്ല ഹെവി ആയിട്ടുള്ള ഒരു പാട്ട്. ഭയങ്കര സന്തോഷമായി. അപ്പൊ കോറസ് ആണെങ്കിൽ കോറസ് അതെങ്കിലും പാടാമെന്നൊക്കെ വിചാരിച്ച് പാടി. പക്ഷെ കോറസ് ആയിരുന്നില്ല, ലീഡ് ഫീമെയിൽ പോർഷൻ തന്നെയായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ അറിയുന്നില്ല അത് സ്ട്രെയിറ്റ് ആണെന്ന് അറിയുന്നില്ല, ട്രാക്ക് ആണെന്നാണ് എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ ഓഡിയോ റിലീസിന്റെ തലേ ദിവസമാണ് ഞാൻ അറിയുന്നത് ഇത് മമ്മൂക്ക പടമാണ്, മമ്മൂക്ക, പൃഥ്വിരാജ്, ശ്രിയ ശരൺ, ഇതാണ് അതിന്റെ കാസ്റ്റിങ്, എന്റെ വോക്കല് സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ അറിയുന്നത് അതിന്റെ വളരെ തൊട്ട് തലേ ദിവസമാണ്. അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല. എത്ര സിനിമയിലായി? ഞാൻ എണ്ണീട്ടില്ല ആക്ച്വലി. എന്തായാലും ഒരു 12-13 സിനിമയിലായിട്ടുണ്ട്. അതിൽ ഹിറ്റ് അടിച്ച സിനിമയിലെ ഒരു ഗാനം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? എല്ലാം നമ്മുടെ പ്രിയപ്പെട്ടതാണ്. അതെ അതെ തീർച്ചയായിട്ടും. എങ്കിലും പറയുകയാണെങ്കിൽ ഏറ്റവും ഹിറ്റ് എന്ന് പറയുന്നത് കേട്ടില്ലേ ആണ്. എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ട് എന്ന് പറയാൻ. പിന്നെ എനിക്ക് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാനുള്ളത് എന്റെ ഹസ്ബൻഡ് മ്യൂസിക് ചെയ്ത ഒരു പടമാണ് ഈ അടുത്തിറങ്ങിയ ജയിലർ എന്ന ധ്യാൻ ശ്രീനിവാസൻ. അതില് പാട്ട് 3 പാടിയിരുന്നു. അപ്പം അതിലൊരു സോളോ സോങ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരുപാട് സങ്കടമായി, അത് സിനിമയില് വന്നില്ല. ഐ മീൻ ഓഡിയോയില് മാത്രമേ ഉള്ളൂ.
അപ്പം വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു താരാട്ട് പാട്ടായിരുന്നു. സിനിമയിൽ ഉണ്ടായിരുന്നു, അത് ഷൂട്ടൊക്കെ ചെയ്തതാണ്. താരാട്ട് പാട്ടുള്ള പ്രിയമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ? അപ്പൊ ആ ജയിലറിൽ ആ താരാട്ട് പാട്ടൊന്ന് പാടിക്കേ. രാവിന്നിൻ ലാവലമാഞ്ഞു മണ്ണോരം മൗനമുണർന്നു കൂടേറാൻ കിളികളൊഴിഞ്ഞു താരാട്ടാൻ തെന്നലണഞ്ഞു ഉൾനോവിൻ ഉലയൂതാതെ ഒന്നു മറന്നു മയങ്ങിടു രാവിന്നിൻ ഓ രാവിന്നിൻ ലാവലമാഞ്ഞു മണ്ണോരം മൗനം ഉണർന്നു. ഇതായിരുന്നു അതിൽ പാടി. അതാണ് ഏറ്റവും പ്രിയമായിട്ട് കൊണ്ടുനടക്കുന്നത് അല്ലേ? ഈ പോക്കിരിരാജാലെ ആദ്യ പാട്ട് അല്ലെ, അതിനുശേഷം ആ പാട്ട് സിനിമ റിലീസാകുന്നു, അതിനുശേഷം ഓഫറുകൾ വരികയായിരുന്നു, നമ്മൾ തേടി പോവുകയാണ് ചെയ്തത്. അതിനുശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു ഇത് എങ്ങനെയാണ് ഇപ്പൊ ഈ പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള ഒരു ഹാഷ്ടാഗ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണോ എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോഴാണ് ആളുകൾ ചോദിക്കാൻ തുടങ്ങി, എന്താണ് വേറെ പാട്ടുകളൊന്നും കണ്ടില്ലല്ലോ, വലിയൊരു ബിഗ് ഹിറ്റിന് ശേഷം പാട്ടുകളൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. പക്ഷെ അതിനുശേഷം ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ചൈന ടൗൺ എന്ന സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. സോളോ അല്ല, ഒരു ഡ്യുവറ്റ് ആയിട്ട്. അങ്ങനെ പക്ഷെ ഇതുപോലൊരു പാട്ട് സംഭവിക്കുന്നില്ലല്ലോ എന്ന് ആളുകൾ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യണത്, അപ്പൊ നമ്മൾ എന്താ അതിന് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണോ എന്നുള്ളത്. അങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായപ്പോ ഞാനിങ്ങനെ കുറച്ച് മ്യൂസീഷ്യൻസിനൊക്കെ പോയി കണ്ടിരുന്നു. ഓൾറെഡി ഞാൻ റിയാലിറ്റി ഷോയിലൊക്കെ വന്നതുകൊണ്ട് കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ എനിക്ക് അറിയാം. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ ഞാൻ പോയി കാണുകയും ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ഇങ്ങനെ സോങ്സ് ഉണ്ടെങ്കിൽ വിളിക്കണം ചേർന്ന് പറയാനും ഒക്കെ തുടങ്ങി. ബേസിക്കലി എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് അത്. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്റെ വീട്ടില് ഞാനും ഇക്കയും തമ്മിൽ ഏറ്റവും കൂടി അടികൂടുന്ന കാര്യമാണ്. ഇക്ക എപ്പോഴും പറയും PR വർക്ക് ചെയ്യണം, ചെയ്താലേ ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. അതായത് മറ്റൊരാളോട് ചോദിക്കുക എന്നുള്ളത് എപ്പോഴും ഒരു വിഷമാണ് ചോദിക്കാൻ. അത് തനിയെ സംഭവിക്കണം എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടായിരിക്കാം അതൊരു മടിയാണ്. അങ്ങനെ രക്ഷയില്ലാന്ന് മനസ്സിലായില്ലേ ഇപ്പൊ? മനസ്സിലായി. നമ്മുടെ നിലനിൽപ്പ് നമ്മൾ തേടണം, നമ്മളെ തേടി ആരും വരില്ല. പണ്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഒരു 10 കൊല്ലം മുൻപ് വരെ അങ്ങനെ ആയിരുന്നു അല്ലേ സാർ? എനിക്ക് അങ്ങനെ തോന്നുന്നു. നമ്മളില്ലെങ്കിൽ അടുത്ത ആളുണ്ട് ഇപ്പം. അതിന് ഏറ്റവും വലിയ ഇതാണ് റിയാലിറ്റി ഷോ ഇപ്പം. സോറി ഒന്നുകൂടി പറയട്ടെ. നീ ഇഷ്ടപ്പെടുന്നത് മ്യൂസിക്കിനെ അല്ലേ? അവിടെ ജാതി മതോ മാപ്പിളപ്പാട്ടോ ലൈഫ് മ്യൂസിക്കോ ഒന്നുമില്ല. ഒരു 10 ലക്ഷം രൂപ എനിക്ക് വേണമെന്ന് പറഞ്ഞാല് ഈ ഞാൻ പറഞ്ഞ ഈ കുറച്ച് ആളുകൾക്ക് ഞാനൊരു കോളേജ് ചെയ്തിട്ടുള്ളൂ. ഒരു ദിവസം കൊണ്ട് എനിക്ക് ആ പൈസ റെഡിയായി. എനിക്ക് ദുഃഖം ഉണ്ടായാല് എനിക്ക് കരയണം. ഏറ്റവും ഫീൽ ചെയ്ത് ദുഃഖമുണ്ടായിട്ട് അങ്ങനെ ഒരു പൊട്ടിക്കരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായി. എന്റെ ഉമ്മച്ചി, ദാറ്റ് വാസ് എ ട്രോമ ഫോർ മീ.